നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് കേബിൾ ടിവി ഓപ്പറേറ്ററെ വീട് കയറി ആക്രമിച്ചതിലും ഏകപക്ഷീയമായ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് സിഒഎ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സംസ്ഥാന വ്യാപക പ്രതിഷേധം ആരംഭിക്കുമെന്നും സിഒഎ നേതൃത്വം. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് മോഷണം, ലക്ഷങ്ങൾ കവർന്നു. പടിഞ്ഞാറേനടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്റർ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് സ്ഥാപനത്തിലാണ് മോഷണം. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നാളെ റംസാൻ വ്രതാരംഭം. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറവി കണ്ടു. ദിവസം മുഴുവൻ ഭക്ഷണപാനീയങ്ങളില്ലാതെ ദൈവമാർഗത്തിൽ സഞ്ചരിച്ച വിശ്വാസികൾ റമദാനിനെ പുണ്യകാലമാക്കും. ചുണ്ടൽ പാലത്തിന് സമീപം വീണ്ടും അപകടം. വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. 2 കാറുകളും ലോറി, ബസ് എന്നിവയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. പെരുമ്പിലാവിൽ മദ്യലഹരിയിൽ ഓടിച്ച വാഹനം നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാരെ അസഭ്യം വിളിച്ചതിനെ തുടർന്ന് സംഘർഷം. കാറിൽ ഉണ്ടായിരുന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചങ്ങരംകുളത്തുണ്ടായ വാഹനാപകടത്തിൽ അജ്ഞാത ബുള്ളറ്റിടിച്ച് 11 വയസ്സുകാരന് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലത്ത് കേബിൾ ടിവി ഓപ്പറേറ്ററെ വീട് കയറി ആക്രമിച്ചതിലും ഏകപക്ഷീയമായ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച സിഒഎ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കുളപ്പുള്ളി STV ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധം സിഒഎ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് TD സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. അക്രമവും ഭീഷണി കൊണ്ടും സ്വതന്ത്രമായ കേബിൾ ടിവി പ്രവർത്തനം തടയാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചാൽ അത് നടപ്പിലാകില്ലെന്ന് TD സുഭാഷ് പറഞ്ഞു. കേബിൾ ടിവി സിഗ്നൽ ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും സ്വീകരിക്കാമെന്നിരിക്കെ ഇത്തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള അക്രമം കണ്ടു നിൽക്കാനാകില്ല. സിഒഎ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കും എന്നും സുഭാഷ് പറഞ്ഞു. എന്ത് വില കൊടുത്തും ഈ അക്രമങ്ങൾ നേരിടാനും നിയമപരമായിട്ടും അല്ലാത്ത രീതിയിൽ അതിനുവേണ്ടിയാലും ഈ പ്രസ്ഥാനം ഞങ്ങളുടെ ഓപ്പറേറ്റർമാരോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പോലീസ് നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കണം. അല്ലാത്തപക്ഷം സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ആരംഭിക്കുമെന്നും സിഒഎ നേതാക്കൾ വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ഒരാളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന്റെ നിലപാടും നടപടിയും ഇതാണോ വേണ്ടത്? അയാളെ അറസ്റ്റ് ചെയ്ത് നോൺ വയലബിൾ കേസായി കണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടേണ്ട നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? പോലീസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ശക്തമായ സമരം, ഒരുപക്ഷെ ശക്തമായ സമരം ഞങ്ങൾ അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞു പോവുകയാണ്. ഞങ്ങളൊന്നും ആദ്യമായിട്ട് കാണുന്ന ആളുകളല്ല, ഞങ്ങളിതൊന്നും കണ്ട് പേടിച്ചോടുന്ന ആളുകളല്ല. ഞങ്ങളുടെ ഓപ്പറേറ്ററെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആക്രമിച്ച ആ കേസുകൾ കൊടുക്കുന്ന അനിൽകുമാറിന് പോരായിട്ട് കുറച്ചും കൂടി ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നിലപാടെങ്കിൽ കേരളത്തിലെ പോലീസ് നീതി പാലിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അദ്ദേഹത്തിന് ജയിലിലടക്കണമെന്നതാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനോട് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തൊട്ടാൽ, ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർക്ക് അവന് ബിസിനസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കിയാൽ അനിൽകുമാറെ ഞങ്ങളുടെ ഈ വരവിന്റെ ഭാവവും രീതിയൊക്കെ മാറും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഒറ്റപ്പാലം അർച്ചന കേബിൾ ടിവി നെറ്റ്വർക്ക് ഉടമ ബാലസുന്ദരനെയാണ് ഇന്ന് രാവിലെ വീട് കയറി ആക്രമിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം VP മധു പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ആന്റണി, ജില്ലാ കമ്മിറ്റി അംഗം ബിജു, സിഒഎ ചേലക്കര മേഖലാ പ്രസിഡന്റ് ജേക്കബ് ജെറോം, മേഖലാ സെക്രട്ടറി KV മനോജ് എന്നിവർ സംസാരിച്ചു. മറ്റ് സിഒഎ ഓപ്പറേറ്റർമാരും പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിസിടിവി. റംസാൻ വ്രതാരംഭം. ഇസ്ലാം മതവിശ്വാസികളുടെ പുണ്യമാസമായ റമദാൻ നോമ്പ് നാളെ തുടങ്ങും. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറവി കണ്ടതോടെ കോഴിക്കോട് ഖാളി മുഹമ്മദ് കോയ തങ്ങൾ ജമാലുലൈ റമദാൻ വ്രതാരംഭം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ദിവസം മുഴുവൻ ഭക്ഷണപാനീയങ്ങളില്ലാതെ ദൈവമാർഗത്തിൽ സഞ്ചരിച്ചും പ്രാർത്ഥിച്ചും നന്മകൾ ചെയ്തും ദാനം നടത്തിയുമെല്ലാം വിശ്വാസികൾ റമദാനിനെ പുണ്യകാലമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. ഈ മാസത്തിൽ ചെയ്യുന്ന പുണ്യകാര്യങ്ങളെ ദൈവം കയ്യൊഴിയില്ല എന്നാണ് വിശ്വാസം. നോമ്പ് അനുഷ്ഠിക്കുന്നതിനൊപ്പം ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും അധികരിപ്പിക്കും. ദീർഘമായി വേദഗ്രന്ഥം പാരായണം ചെയ്തുള്ള തറാവീഹ് നമസ്കാരവും നിർവഹിക്കും.
ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് കവിയും അധ്യാപകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ തെരഞ്ഞെടുത്തു. 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും പ്രശസ്തി പത്രവും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പൂന്താനത്തിന്റെ ജന്മദിനമായ കുംഭമാസത്തിലെ അശ്വതി നാളിൽ ബുധനാഴ്ച വൈകിട്ട് 5-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. മലയാള ഭാഷയ്ക്കും ഭക്തി സാഹിത്യത്തിനും ആത്മീയ പരിപോഷണത്തിനും നൽകിയ സമഗ്ര സംഭാവനയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഡോക്ടർ VK വിജയൻ, KV രാമകൃഷ്ണൻ, ഡോക്ടർ R ശ്രീലത വർമ്മ, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരുൾപ്പെട്ട സമിതിയാണ് പുരസ്കാരത്തിന് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുടെ പേര് ശുപാർശ ചെയ്തത്. തിങ്കളാഴ്ച നടന്ന ദേവസ്വം ഭരണസമിതി യോഗം ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. യോഗത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, KR ഗോപിനാഥ്, മനോജ് B നായർ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. പെരുമ്പിലാവ് ആൽത്തറയിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മോഷണശ്രമം. ആൽത്തറ നടുവിൽപ്പാട്ട് ആമിനക്കുട്ടിയുടെ വീട്ടിലാണ് ഞായറാഴ്ച രാത്രി മോഷണശ്രമം നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് 2 കിടപ്പുമുറികളിലെയും അലമാരകളിൽ കുത്തിത്തുറന്ന് വാരിവലിച്ചിട്ടെങ്കിലും വീട്ടിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. വീടിന്റെ പുറകുവശത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത നിലയിലാണ്. ഞായറാഴ്ച ബന്ധുവീട്ടിൽ പോയി തിങ്കളാഴ്ച തിരിച്ചെത്തിയപ്പോഴാണ് മോഷണശ്രമം അറിഞ്ഞത്. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ദാരിദ്ര്യ ഭവനരഹിത വിമുക്തമായ കേരളമാണ് LDF സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. കടങ്ങോട് പഞ്ചായത്തിലെ ലൈഫ് ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2-3 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഭവനരഹിതരില്ലാത്ത ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമായിട്ട് നമ്മൾ മാറാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഭവനരഹിതരില്ലാത്ത സംസ്ഥാനം മാത്രമല്ല, പല കാര്യത്തിലും നമ്മുടെ കേരളം മോഡലാണ്. അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന മോഡലുകൾ സൃഷ്ടിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇപ്പോൾ നാം ഒരു പുതിയ മോഡൽ കൂടി സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കേരളം ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതും ഏറെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. 2 വർഷത്തിനുള്ളിൽ വീടില്ലാത്ത മുഴുവൻ പാവപ്പെട്ടവർക്കും വീട് നൽകും. അവകാശപ്പെട്ട 1,06,000 കോടി രൂപ തടഞ്ഞുവെച്ചും കടമെടുക്കാൻ അനുവദിക്കാതെയും കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുകയാണെന്നും ആരും സമരം ചെയ്തല്ല പെൻഷൻ തുക 1,600 LDF സർക്കാർ വർദ്ധിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു. പണി പൂർത്തിയായ 29 വീടുകളുടെ താക്കോൽദാനമാണ് മന്ത്രി നിർവഹിച്ചത്. ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ വനിതാ ജിമ്മിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, മെമ്പർ KK മണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ്, സെക്രട്ടറി K മായാദേവി എന്നിവർ സംസാരിച്ചു. K രമ്യ, MV ലീജ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന 32,40,650 രൂപ കവർന്നു. പടിഞ്ഞാറേ നടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്റർ എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ ജീവനക്കാർ ഓഫീസിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ ഇന്ന് രാവിലെ 7:30 ഹെൽമറ്റ് ധരിച്ച് ബാഗുമായി എത്തിയ മോഷ്ടാവ് വാതിൽ തള്ളി തുറന്ന് അകത്ത് കടക്കുന്നതും ലോക്കറിൽ നിന്ന് പണം എടുത്ത് തിരിച്ചു പോകുന്നതുമായ ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വനിതകൾക്ക് മൈക്രോ ഫിനാൻസ് വഴി പണം വായ്പ നൽകുന്ന സ്ഥാപനമാണിത്. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വായ്പാ തവണ തിരിച്ചടയ്ക്കണം. ഇതിനായി 7 കളക്ഷൻ ഏജന്റുമാർ ജോലി ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ച മുതൽ 3 ദിവസത്തെ കളക്ഷനാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പെരുമ്പിലാവിൽ മദ്യലഹരിയിൽ ഓടിച്ച വാഹനം നാട്ടുകാർ തടഞ്ഞു. കാറിൽ ഉണ്ടായിരുന്നവർ നാട്ടുകാരെ അസഭ്യം വിളിച്ചതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. ഒടുവിൽ പോലീസ് എത്തി കാറിൽ ഉണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. മദ്യലഹരിയിൽ അമിതവേഗതയിൽ അശ്രദ്ധമായി ഓടിച്ച കാർ നാട്ടുകാർ തടയുകയായിരുന്നു. ഇതോടെ വാഹനത്തിനകത്തുണ്ടായിരുന്നവർ നാട്ടുകാരെ അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തതോടെയാണ് രംഗം ശാന്തമായത്. മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി നൂഹ്, ചങ്കുവെട്ടി സ്വദേശി ഷമീർ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്.
പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കൊരട്ടിക്കര ഭാഗത്തേക്ക് അമിത വേഗതയിൽ അശ്രദ്ധമായി അപകടം വരുത്തുന്ന രീതിയിൽ വാഹനമോടിച്ചു പോകുന്നത് കണ്ടതിനെ തുടർന്നാണ് നാട്ടുകാർ വാഹനത്തെ പിന്തുടർന്ന് തടഞ്ഞത്. കാറിലുണ്ടായിരുന്നവർ മദ്യലഹരിയിലാണെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. ഇതിനിടെ വാഹനത്തിലുണ്ടായിരുന്നവർ നാട്ടുകാരുമായി തട്ടിക്കയറുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തതായി പറയുന്നു. സംഭവത്തെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസ്, സിവിൽ പോലീസ് ഓഫീസർ ഷംനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. 2 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ തോട് ഭിത്തി തകർന്നു. കടവല്ലൂർ പാടശേഖരത്തിലെ തോട്ടിൽ വെളിയം ചീർപ്പ് തടയണയോട് ചേർന്ന് നിർമ്മിച്ച ഭിത്തിയാണ് പൂർണ്ണമായി തകർന്നത്. 2 വർഷം മുൻപ് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചത് ആയതിനാൽ ജനപ്രതിനിധികളും കർഷകരും ഭിത്തി നിർമ്മാണം അറിഞ്ഞിരുന്നില്ലെന്ന് പറയുന്നു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കെ അവിടെ എത്തിയ കർഷകർ നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയെക്കുറിച്ച് ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടിരുന്നു. എന്നാൽ നിഷേധാത്മക മറുപടിയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് കർഷകർ പറഞ്ഞു. തോടിന്റെ വശങ്ങളിൽ ഭിത്തി ഉറപ്പിക്കാൻ പാകത്തിൽ അടിത്തറ നിർമ്മിക്കാതെ നിലവിലുള്ള ഭിത്തിയോട് ചേർന്നാണ് 1 അടിയോളം വീതിയുള്ള കരിങ്കൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയത്. തോടിന്റെ മറ്റു ഭാഗങ്ങൾ വീതി കൂട്ടാൻ മണ്ണുമാന്തി ഉപയോഗിച്ചതോടെ വശങ്ങൾ ഇടിഞ്ഞ് കരിങ്കൽ ഭിത്തി തകർന്നു. അടിത്തറയുടെ ബലക്കുറവാണ് ഭിത്തി തകരാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു. ലക്ഷങ്ങൾ ചെലവിട്ട പദ്ധതി ഉപകാരമില്ലാതെ പോയതിൽ കർഷകർക്ക് അമർഷമുണ്ട്. ചൂണ്ടൽ പാലത്തിന് സമീപം വീണ്ടും അപകടം. വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. 2 കാറുകളും ലോറി, ബസ് എന്നിവയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും യാത്രികരുമായി വരികയായിരുന്ന കാർ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന മറ്റൊരു കാറിലിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. എതിർദിശയിൽ നിന്നും വന്നിരുന്ന കാറിന്റെ ചക്രം ഊരിത്തെറിക്കുകയും ചെയ്തു. കാറും ലോറിയും കൂട്ടിയിടിച്ചതോടെ ലോറിയുടെ പിറകിലുണ്ടായിരുന്ന KSRTC ബസ് ലോറിയുമായി കൂട്ടിയിടിച്ചു. KSRTC ബസ്സിലെ യാത്രികരായ തൃത്താല സ്വദേശികളായ ശ്രീധരൻ, ദാക്ഷായണി, പത്മാവതി, കോഴിക്കോട് സ്വദേശിയായ യാസീൻ എന്നിവർക്കും കാറിലെ യാത്രികരായ മുസ്തഫ, ഉനൈസ് ഉസ്മാൻ, ഖദീജ, നന്ദന എന്നിവർക്കും പരിക്കേറ്റു. ബസ് യാത്രികരായ 4 പേരെയും കേച്ചേരി ആക്സ് പ്രവർത്തകർ കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രിയിൽ എത്തിച്ചു. കാർ യാത്രികരെ അതുവഴി വന്ന സ്വകാര്യ വാഹനത്തിൽ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിലുണ്ടായ ഗതാഗതക്കുരുക്ക് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി സ്വകാര്യ ക്രെയിൻ സർവീസിന്റെ സഹായത്തോടെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ മാറ്റിയ ശേഷം പൂർവ്വസ്ഥിതിയിലാക്കി. 2 ആഴ്ച മുമ്പ് ചൂണ്ടൽ പാലത്തിലേക്ക് ബസ്സിടിച്ചു കയറി 40ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. ഔട്ടർ റിംഗ് റോഡിൽ പന്തായിൽ അയ്യപ്പ ക്ഷേത്രത്തിന് തൊട്ടുള്ള പറമ്പിലാണ് വൈകിട്ട് 5ഓടെ തീപിടുത്തമുണ്ടായത്. ഉണങ്ങിയ വൃക്ഷങ്ങളും മാലിന്യങ്ങളും കത്തിനശിച്ചു. പറമ്പിനോട് ചേർന്നുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് ഇവിടെ വ്യാപകമായി നിക്ഷേപിച്ചിരുന്നത്. തീ ആളിപ്പടർന്നതോടെ കറുത്ത പുക ഉയർന്നത് പരിസരവാസികളെ ബുദ്ധിമുട്ടിലാക്കി. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വഴിയാത്രക്കാർ ഉപേക്ഷിച്ച സിഗരറ്റ് കുറ്റിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം തൂതപ്പുഴയിൽ മുങ്ങിമരിച്ച കൊപ്പം SI KS സുബീഷ് മോന നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ 100 കണക്കിന് ആളുകളാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്. ഷൊർണൂരിലും പൊതുദർശനമുണ്ടായി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് വെളിയൂർ തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കൊപ്പം SI സുബീഷ് മോൻ മുങ്ങി മരിച്ചത്. ബന്ധുക്കൾക്കൊപ്പം ഉച്ചയോടെ കുളിക്കാൻ പോയതായിരുന്നു. വെളിയൂരിലെ പുഴയിലെ ചുഴിയിൽ അകപ്പെട്ട് കാണാതാവുകയായിരുന്നു. തുടർന്ന് ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെ മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 12 മണിയോടെ മൃതദേഹം കൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇവിടെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപ്രവർത്തകരും നാട്ടുകാരുമടക്കം 100 കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് ഒഴുകിയെത്തിയത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ, വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, മുൻ MLA CP മുഹമ്മദ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, വ്യാപാര, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും കൊപ്പം സ്റ്റേഷനിൽ അന്തിമോപചാരം അർപ്പിക്കുവാൻ എത്തിയിരുന്നു. 2 ആഴ്ച മുമ്പാണ് കൊപ്പം SI K സുബീഷ് മോൻ ചാർജ് എടുക്കുന്നത്.
ഇതിനു മുമ്പ് തൃശൂർ സൈബർ സെല്ലിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അഗ്നിശമന സേനയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തൃശൂർ മാള വലിയപറമ്പ് കൊണ്ടോളി ഗീതയുടെയും പരേതനായ സുകുമാരന്റെയും മകനാണ്. 38 വയസ്സായിരുന്നു. കൊപ്പത്തെ പൊതുദർശനത്തിന് ശേഷം ഷൊർണൂർ പോലീസ് സ്റ്റേഷനിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയും അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ജന്മനാടായ തൃശൂരിലേക്ക് കൊണ്ടുപോയി. ചങ്ങരംകുളത്തുണ്ടായ വാഹനാപകടത്തിൽ അജ്ഞാത ബുള്ളറ്റ് ഇടിച്ച് 11 വയസ്സുകാരന് പരിക്കേറ്റു. വടക്കേക്കാട് സ്വദേശി വന്നേരിപ്പാട്ട് മാനവ് മോഹനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ മാനവ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ചങ്ങരംകുളം AO റോഡിലെ പാലായിക്കൽ ഭാഗത്ത് വെച്ച് സഹോദരൻ മാനസ് മോഹനും ഒത്ത് സ്കൂട്ടറിന്റെ പുറകിൽ ഇരുന്ന് സഞ്ചരിക്കവേ അമിത വേഗതയിൽ വന്ന ബുള്ളറ്റ് ഇവരെ ഇടിക്കുകയായിരുന്നു. റോഡിലെ കുഴിയിൽ ബുള്ളറ്റ് ചാടാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ സ്കൂട്ടറിൽ ഇടിക്കുകയും നിർത്താതെ പോവുകയായിരുന്നുവെന്ന് പറയുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ സമീപമുള്ള ശാന്തി നഴ്സിംഗ് ഹോമിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. കൺവെൻഷനുകൾ സജീവമാകുന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ ടൗൺ ഹാളിൽ UDF ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യും. നിങ്ങൾക്ക് പേടിയാണ്, നിങ്ങളുടെ കുടുംബഭാഗത്ത് പോകുമെന്ന് പേടിയാണ്, നിങ്ങൾക്ക് കേസെടുക്കുമെന്ന് പേടിയാണ്, നിങ്ങൾ ജയിലിൽ പോകുമെന്ന് നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങളെ സംഘപരിവാർ സർക്കാർ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്, പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അവിടുത്തെ വർഗീയവാദികളെയും ഫാസിസ്റ്റുകളോടും ഇവിടുത്തെ ഫാസിസ്റ്റുകളോടും നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ പോരാടുന്നത്. ഒരുമിച്ച് അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടിയാലും മതേതര കേരളം ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും. വർഗീയതയെ തുടച്ചുനീക്കി മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാര തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഇടതുമുന്നണിയും BJP-യും പരാജയം സമ്മതിച്ച അവസ്ഥയാണ്. ഇടതുമുന്നണി കൺവീനർ പറയുന്നത് കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തെത്തുമെന്നാണ്. അതിനർത്ഥം സ്വന്തം പാർട്ടി എല്ലായിടത്തും തോൽക്കുമെന്നല്ലേ? കോൺഗ്രസിൽ നിന്നും ഒരാൾ BJP-യിലേക്ക് പോയപ്പോൾ ഞങ്ങളെ നാറിയ പാർട്ടി എന്ന് വിളിച്ച മുഖ്യമന്ത്രിക്ക് അതേ നാണയത്തിൽ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. അത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല. ബംഗാളിലും ത്രിപുരയിലും ഹോൾസെയിലായി നേതാക്കളെയും പ്രവർത്തകരെയും BJP-ക്ക് കൊടുത്ത CPM-നാണ് മുഖ്യമന്ത്രി പറഞ്ഞ പേര് ചേരുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് അധ്യക്ഷനായി. TN പ്രതാപൻ MP, മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, O അബ്ദുറഹ്മാൻ കുട്ടി, PA മാധവൻ, ജോസഫ് ചാലിശ്ശേരി, അബ്ദുറഹ്മാൻ, ജോസ് വള്ളൂർ, വിവിധ ഘടകകക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. തൃശൂരിന്റെ മതേതര പാരമ്പര്യം ചിലരുടെ ദിവാസ്വപ്നമായ ഗ്യാരണ്ടി തള്ളിക്കളയുമെന്ന് സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി TN പ്രതാപൻ ചെയർമാനായി 5001 അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. തുടർന്ന് ആയിരങ്ങളുടെ അകമ്പടിയോടെ തൃശൂർ ടൗണിൽ റോഡ് ഷോയും നടത്തി. CCTV ന്യൂസ്, കേച്ചേരി. ആവേശം അലതല്ലിയ അന്തരീക്ഷത്തിൽ മണലൂർ നിയോജക മണ്ഡലം ഇടതുമുന്നണി കൺവെൻഷൻ നടന്നു. തൃശൂർ ലോക്സഭാ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കൺവെൻഷനിൽ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനം ഒഴുകിയെത്തി. വെങ്കിടങ്ങ് MP's ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. റവന്യൂ മന്ത്രി K രാജൻ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, ചലച്ചിത്ര നടൻ ഇർഷാദ് അലി, LDF നേതാക്കളായ CN ജയദേവൻ, MK കണ്ണൻ, AV വല്ലഭൻ, കവി C രാവുണ്ണി, CPM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ, രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. 1001 അംഗ ജനറൽ കമ്മിറ്റിയും 251 അംഗ എക്സിക്യൂട്ടീവും 51 അംഗ ഭാരവാഹികളുമടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് രൂപം നൽകി. ചെയർമാനായി മുരളി പെരുന്നെല്ലി MLA-യെയും കൺവീനറായി VR മനോജ്, ട്രഷററായി KV വിനോദൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. ആലത്തൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാട്ടകാമ്പാൽ മണ്ഡലത്തിലെ പ്രഥമ UDF പ്രവർത്തക യോഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു.
കേരള ജനതയെ ശ്വാസം മുട്ടിക്കുന്ന പിണറായി സർക്കാരിന്റെ മന്ത്രി തന്നെ ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥിയായി കടന്നുവരുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനകീയ വിചാരണയുടെ വിധിയെഴുത്തിന് ആലത്തൂർ ജനത കാത്തിരിക്കുകയാണെന്ന് ജയശങ്കർ പറഞ്ഞു. UDF കാട്ടകാമാൽ മണ്ഡലം ചെയർമാൻ MM അലി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജി, കേരള കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രസാദ് പുലിക്കോടൻ, അറഫ മൊയ്തുണ്ണി ഹാജി, ഇഞ്ചിക്കാലയിൽ മൊയ്തുണ്ണി, വിൽസൺ ചെറുവത്തൂർ, കോൺഗ്രസ് നേതാക്കൾ, ജില്ലാ സെക്രട്ടറി NA റാഷിദ്, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ മണ്ഡലം UDF കൺവെൻഷൻ മാർച്ച് 16 വൈകിട്ട് 3 മണിക്ക് ചിറക്കൽ സംഗമം പാലസിൽ സംഘടിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. ദേവാലയങ്ങൾ സന്ദർശിച്ചാണ് പര്യടനം ആരംഭിച്ചത്. എരുമപ്പെട്ടിയിലെത്തിയ സ്ഥാനാർത്ഥിയെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, കുഞ്ഞുമോൻ കരിയനൂർ, PT ജോസഫ്, KC ഫ്രാൻസിസ് മാസ്റ്റർ, KK യോഗേഷ്, MK മണികണ്ഠൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ സന്ദർശനം നടത്തി. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, നടത്ത് കൈക്കാരൻ CK ജോർജ്, കൈക്കാരൻ MP ഫ്രാൻസിസ്, KC ഡേവിസ്, മാത്യൂസ് രാജൻ, ബാബു ജോർജ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ ജാറം പള്ളിയിൽ സന്ദർശനം നടത്തി. ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് സുഹരി നന്മാറ, KM മുഹമ്മദ് കുട്ടി, MP സിദ്ദിഖ് എന്നിവർ സ്വീകരിച്ചു. AC മൊയ്തീൻ MLA, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, ഡോക്ടർ KD ബാഹുലയൻ മാസ്റ്റർ, MN സത്യൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷനിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, PK സൈദാലിക്കുട്ടി, K മോഹൻദാസ്, C ജംഷീദ് അലി, VK യൂസഫ്, PI സൈമൺ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C സുമേഷ്, M കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പാർലമെന്റ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന K മുരളീധരന് അഭിവാദ്യം അർപ്പിച്ച് പുന്നേർകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രകടനം നടത്തി. പെരിയമ്പലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് AK മൊയ്തുണ്ണി, ജനറൽ സെക്രട്ടറി KH റാഫി, VK മുഹമ്മദ് ഹാജി, മന്നലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, KH ആബിദ്, ഹുസൈൻ വലിയകത്ത്, ഷക്കീർ പൂളയ്ക്കൽ, CM ഗഫൂർ തുടങ്ങി ലീഗിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കളും പങ്കെടുത്തു. ആണ്ടത്തോട് സെന്ററിൽ പ്രകടനം സമാപിച്ചു. LDF പന്നിത്തടം ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പന്നിത്തടം സെന്ററിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുന്നംകുളം നിയോജക മണ്ഡലം സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. LDF നേതാക്കളായ അഡ്വക്കേറ്റ് KM നൌഷാദ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളനൂർ, TP ജോസഫ്, ES മുരളി, സബീൽ തങ്ങൾ, ഷംസുദ്ദീൻ കാരിങ്ങിൽ, ബജീഷ് KP, V ശങ്കരനാരായണൻ, മീന സാജൻ, ജലീൽ ആദൂർ, KK മണി, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് പന്നിത്തടം പൌരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് തൃശൂർ വാക്കേഴ്സ് ക്ലബ്ബും വെറ്ററൻ ഫുട്ബോൾ ടീമും ചേർന്ന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകി. തിങ്കളാഴ്ച രാവിലെ സ്റ്റേഡിയത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ തൃശൂർ വാക്കേഴ്സ് ക്ലബ്ബിന്റെയും വെറ്ററൻ ഫുട്ബോൾ ടീമിന്റെയും ഭാരവാഹികളും വ്യവസായി കലാകായിക രംഗങ്ങളിലെ പ്രമുഖരുമായ TS പട്ടാഭിരാമൻ, ബെസ്റ്റ് ജലീൽ, തോമസ് കോനിക്കര, മാർട്ടിൻ മാത്യൂസ്, അഡ്വക്കേറ്റ് അഖിലാസ്, PA മജീദ്, സോളി സേവ്യർ, സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. സ്റ്റേഡിയത്തിൽ കായിക പരിശീലനത്തിനെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് സൌഹൃദം പങ്കുവച്ചും വോട്ടഭ്യർത്ഥിച്ചും VS സുനിൽകുമാർ മടങ്ങിയത്. ലീഡർ K കരുണാകരന്റെ പാത പിന്തുടർന്ന മകൻ K മുരളീധരന് പുറകെ മകൾ പത്മജയും കണ്ണന് മുന്നിലെത്തി. BJP പാർട്ടി അംഗത്വം സ്വീകരിച്ചതിനു ശേഷം ആദ്യമായാണ് പത്മജ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നത്. അച്ഛനെപ്പോലെ താനും എല്ലാ മാസവും ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് എത്താറുണ്ടെന്ന് അവർ പറഞ്ഞു. വൈകിട്ട് 5 മണിയോടെ തെക്കേനടയിലെത്തിയ പത്മജയെ BJP പ്രവർത്തകർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ ട്രഷറർ KR അനീഷ്, വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, നഗരസഭാ കൌൺസിലർമാർ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ എന്നിവരും കൂടെയുണ്ടായിരുന്നു. 96 ദേശങ്ങൾക്ക് ഉത്സവ പൊലിമയേകി ആമക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ചൊവ്വാഴ്ച ആഘോഷിക്കും. രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 3 മണിയോടെ 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പഞ്ചവാദ്യത്തോടുകൂടി ക്ഷേത്രനടയിൽ നിന്ന് ദേവസ്വം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ചിറക്കൽ കാളിദാസൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഗുരുവായൂർ നന്ദൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, കൂറ്റനാട് വിഷ്ണു, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ,
കണ്ണൻ, മീനാട് വിനായകൻ, ആര്യാനന്ദൻ തുടങ്ങിയ തലയെടുപ്പുള്ള 27 ഗജവീരന്മാരും പ്രഗത്ഭരായ പഞ്ചവാദ്യ കലാകാരന്മാരും അണിനിരക്കുന്ന വിവിധ കമ്മിറ്റികളുടെ പൂരം എഴുന്നള്ളിപ്പ് സമയക്രമമനുസരിച്ച് ക്ഷേത്രനടയിൽ എത്തിച്ചേരും. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആന, മേളം, പഞ്ചവാദ്യം എന്നിവയും തകിൽ, കാവടി, തിറ, പൂതൻ, കാളവരവ്, കരിങ്കാളി എന്നിവയും ഉത്സവത്തിന് മാറ്റേകും. വൈകിട്ട് തായമ്പക ഉണ്ടാകും. രാത്രി 1:30 താലത്തോടുകൂടിയുള്ള ദേവസ്വം കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പും മറ്റ് പ്രധാന കമ്മിറ്റികളുടെയും രാത്രി എഴുന്നള്ളിപ്പുകളും ഉണ്ടാകും. ആമക്കാവ് പൂരം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. ചാവക്കാട് നഗരസഭയിൽ നഗരശുചീകരണത്തിൽ സജീവ പങ്കാളിത്തം നൽകുന്ന വാർഡുകളെയും വ്യക്തികളെയും അനുമോദിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന സ്വച്ഛ് വാർഡ്, സ്വച്ഛ് ചാമ്പ്യൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമായി മാലിന്യ സംസ്കരണത്തിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്ന ഗുരുവായൂർ നഗരസഭയിലെ 16 വാർഡുകളെ മന്ത്രി കെ രാജൻ സ്വച്ഛ് വാർഡുകളായി പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം സ്വച്ഛ് സ്ഥാപനങ്ങൾ, സ്വച്ഛ് കോളേജ്, സ്വച്ഛ് സ്കൂൾ എന്നിവയുടെ പ്രഖ്യാപനവും നടന്നു. 10 ദിവസത്തെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഹരിതചട്ടം പാലിക്കാൻ ഗ്രീൻ വളണ്ടിയർമാരായി പ്രവർത്തിച്ച വിവിധ കോളേജുകളിലെ NSS വളണ്ടിയർമാർക്കും കോളേജുകൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകി. ഹരിതകർമ്മ സേനാംഗങ്ങൾ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു. NK അക്ബർ MLA അധ്യക്ഷനായി. നഗരസഭാധ്യക്ഷൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാക്കിൽ കെട്ടി വഴിയിൽ ഉപേക്ഷിച്ച നായക്കുട്ടികൾക്ക് രക്ഷകരായി സഹോദരങ്ങളായ അഞ്ജനയും ആദിത്യനും. അന്തിക്കാട് അഞ്ചങ്ങാടി KK മേനോൻ ഷെഡ് ലിങ്ക് റോഡിന് സമീപത്തായാണ് ചാക്കിൽ കെട്ടിയ നായക്കുട്ടികളെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഉപേക്ഷിച്ച നായക്കുട്ടികളെ ഇരുവരും കണ്ടെത്തിയത്. BAMS വിദ്യാർത്ഥിനിയായ അഞ്ജനയും 10ാം തരം വിദ്യാർത്ഥിയായ ആദിത്യനും ഇരുചക്ര വാഹനത്തിൽ വരുമ്പോഴാണ് വഴിയരികിൽ കിടക്കുന്ന ചാക്ക് ഇളകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനം നിർത്തി മൊബൈൽ ഫോണിന്റെ ലൈറ്റ് പ്രകാശിപ്പിച്ച് പരിശോധിച്ചപ്പോഴാണ് ചാക്കിനുള്ളിൽ നായക്കുട്ടികൾ ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ടത്. പ്രാഥമികമായി അവയുടെ ജീവൻ രക്ഷിക്കുകയെന്ന ഉദ്ദേശത്തോടെ ചാക്കിന്റെ കെട്ടഴിച്ച് 4 നായക്കുട്ടികളെയും സ്വതന്ത്രരാക്കിയ ശേഷം ഇരുവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്കും നായക്കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണം ഈ സഹോദരങ്ങൾ എത്തിച്ചു. ബിസ്ക്കറ്റും പാലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവർക്ക് നൽകുകയായിരുന്നു. ഇടവേളകളില്ലാതെ വാഹനങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുന്ന റോഡരികിൽ പിഞ്ചു നായക്കുട്ടികളെ ഉപേക്ഷിക്കാൻ ഇവർക്ക് മനസ്സ് വന്നില്ല. ഒമാനിൽ ജോലി ചെയ്യുന്ന അച്ഛനോട് വിവരങ്ങൾ പറയുകയും അമ്മയോട് അനുവാദം വാങ്ങുകയും ചെയ്തതിനു ശേഷം 4 നായക്കുട്ടികളെയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പരിപാലിക്കുകയാണ് ഈ സഹോദരങ്ങൾ. മനുഷ്യരെ പോലും വഴിയരികിൽ ഉപേക്ഷിക്കുന്ന ഈ കെട്ടകാലത്ത് മിണ്ടാപ്രാണികളായ 4 നായക്കുട്ടികളുടെ ജീവന് കാവലാളുകളായ അഞ്ജനയും ആദിത്യനും മനസ്സിൽ വറ്റാത്ത നന്മയുടെ ഉറവയുള്ളവരാണ്. അന്തിക്കാട് കാട്ടുങ്ങൽ ജയരാജിന്റെയും നിഷയുടെയും മക്കളാണ് അഞ്ജനയും ആദിത്യനും. CCTV ന്യൂസ് KG. മറ്റം കണ്ടിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ചൊവ്വാഴ്ച നടക്കും. രാവിലെ നട തുറക്കലിന് ശേഷം ഗണപതി ഹവനം, തൈലാഭിഷേകം, വാഗചാർത്ത്, അഭിഷേകം, മലർനിവേദ്യം, ഉഷപൂജ എന്നീ കർമ്മങ്ങൾ നടക്കും. ഉച്ചപൂജയ്ക്ക് ശേഷം ബ്രഹ്മകലശാഭിഷേകവും ഉണ്ടാകും. 3 മണിക്ക് പെരിങ്ങോട് ഉണ്ണികൃഷ്ണന്റെ മേളപ്രമാണിത്വത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് എഴുന്നള്ളത്ത് ആരംഭിക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തമ്പോലം, ശിങ്കാരിക്കാവടി, നാഗസ്വരം, കാവടിയാട്ടം, അമ്പലക്കാവടി, ഫാൻസി വെടിക്കെട്ട് എന്നിവ നടക്കും. വൈകിട്ട് 6-ന് ക്ഷേത്രത്തിൽ നിറമാലയും തുടർന്ന് ദീപാരാധന, കേളി, തായമ്പക എന്നിവയ്ക്ക് ശേഷം അത്താഴ പൂജയോടെ നടയടയ്ക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറി. വേദങ്ങളിലെ നന്മയുടെ അംശങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറാൻ കഴിയണമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വേദിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് ഭക്തർക്കായി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അത് മനുഷ്യന് നന്മ ചെയ്യാവുന്ന രീതിയിലേക്ക് അതിനെ തിരിച്ചുവിടാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാത്തിലും നന്മയുടെ അംശം, ആ നന്മയുടെ അംശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറണം. ഇപ്പോൾ നമ്മൾ തുടങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് വലിയ സാധ്യതകളാണ്. അപ്പോൾ അത്
ദേശീയ തലത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഉള്ള ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറ്റാനുള്ള എല്ലാ ഭൗതിക സാഹചര്യം നമുക്കുണ്ട്. വേദങ്ങൾ വ്യാഖ്യാനിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിനാകണം വ്യാഖ്യാനത്തിൽ പ്രാധാന്യം നൽകേണ്ടത്. വേദങ്ങളിലെ നന്മയുടെ അംശങ്ങൾ ഉൾക്കൊണ്ടു പോകണം. ദേവസ്വം വേദപഠന ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ സ്ഥാപനമായി മാറാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ദേവസ്വത്തിലുണ്ട്. വേദ സംസ്കാര പഠന കേന്ദ്രം തുടങ്ങിയ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെ അഭിനന്ദിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ആനത്താവളത്തിൽ നവീകരിച്ച പാർക്കിംഗ് യാർഡിന്റെ സമർപ്പണവും കൃഷ്ണനാട്ടം ആട്ടപ്രകാരം 2ാം ഭാഗത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൃഷ്ണനാട്ടം ആട്ടപ്രകാരം 2ാം ഭാഗം ഏറ്റുവാങ്ങി. വേദ സംസ്കാര പഠന കേന്ദ്രത്തിന്റെ രൂപീകരണത്തിന് സഹായം നൽകിയ വിദഗ്ധ സമിതി അംഗങ്ങളെയും കൃഷ്ണനാട്ടം ആട്ടപ്രകാരം രചനയിൽ സഹായം നൽകിയവരെയും മന്ത്രി ആദരിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, KR ഗോപിനാഥ്, മനോജ് B നായർ, VG രവീന്ദ്രൻ, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരുവന്മല പട്ടികജാതി കോളനിയിൽ സ്ഥാപിച്ച മിനി മാസ്റ്റലേറ്റ് ഉദ്ഘാടനം ചെയ്തു. കോളനി പരിസരത്ത് നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചുണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, പഞ്ചായത്ത് അംഗം PS സന്ദീപ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വാർഷിക പദ്ധതിയിൽ നിന്നും 1,23,964 രൂപ ചെലവഴിച്ചാണ് മിനി മാസ്റ്റലേറ്റ് സ്ഥാപിച്ചത്. അക്കിക്കാവ് ആനക്കല്ലിൽ പ്രവർത്തിക്കുന്ന മേരി മാതാ ബോയ്സ് കോട്ടേജ് ഭാരവാഹികൾക്ക് നൽകിയ വാക്ക് പാലിച്ച് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത സ്ഥാപനം സന്ദർശിച്ചു. ബോയ്സ് കോട്ടേജ് സന്ദർശിച്ച് കുട്ടികളുമായി സംവദിക്കാൻ എത്തിച്ചേർന്ന തിരുമേനിയെ കുട്ടികൾക്കൊപ്പം ഫാദർ അലക്സ് ബേബി, ഫാദർ മനു മാത്യു, ജോബ് വർഗീസ്, അബ്ബാസ് അക്കിക്കാവ്, സൈമൺ പനക്കൽ തുടങ്ങിയവർ ചേർന്ന് പൂക്കൾ നൽകി സ്വീകരിച്ചു. തുടർന്ന് തിരുമേനി കുരിശുപള്ളിയിൽ പ്രാർത്ഥന നടത്തുകയും നവീകരിച്ച ചാപ്പൽ സന്ദർശിക്കുകയും ചെയ്തു. ഫാദർ മനു മാത്യു തിരുമേനിയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. തങ്ങളുടെ സർഗാത്മക കഴിവുകൾ കുട്ടികൾ തിരുമേനിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. സിവിൽ സർവീസ് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന തമ്പിക്കും SSLC തുടങ്ങി വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും തിരുമേനി പ്രാർത്ഥനാശംസകൾ നേർന്നു. കുന്നംകുളം ഭദ്രാസന കൗൺസിൽ അംഗം ഗിൽബർട്ട് ചീരൻ, ഫാദർ അലക്സ് ബേബി എന്നിവർ സംസാരിച്ചു. 3 മണിക്കൂറിലധികം കുട്ടികൾക്കൊപ്പം ചെലവഴിച്ച് അത്താഴവും കഴിച്ചാണ് മടങ്ങിയത്. ഡീക്കൻ റിനു പ്രിൻസ്, ബെന്നി മാത്യൂസ്, ജോജിൻ രാജു എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാവക്കാട് പാലയൂർ തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് ബൈബിൾ പ്രതിഷ്ഠ നടത്തി ഉദ്ഘാടനം ചെയ്തു. ജെറൂസലേം ധ്യാന കേന്ദ്രം റെക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത് CMIയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗുരുവായൂർ റീജിയണലിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നാരീശക്തി 2024 എക്സിബിഷൻ ആൻഡ് ട്രേഡ് ഫെയർ സംഘടിപ്പിച്ചു. വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കുന്നംകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച മേളയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. രണ്ടാന്തരം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി നിൽക്കാൻ ശേഷിയില്ലാതെ എന്തിനെങ്കിലും ഒരു താങ്ങ് വേണം. അപ്പോൾ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നോക്കിയാൽ സർവം സഹയായ സ്ത്രീകളെ നിങ്ങൾ കാണാം. ആരെങ്കിലും സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ടോ? കുഞ്ഞായിരിക്കുമ്പോൾ പിതാവ് രക്ഷിച്ചോളും, കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഭർത്താവ് രക്ഷിച്ചോളും, വയസ്സാവുമ്പോൾ പിന്നെ എന്തിനാ നിങ്ങൾക്ക് സ്വന്തം ഒരു നിലനിൽക്കും, മക്കൾ രക്ഷിച്ചോളും, അതും പുത്രനാണ്. ആ സ്ത്രീക്ക് പിന്നെ എവിടെയാണ് സ്വതന്ത്രമായ നിലനിൽപ്പ്? ഒന്നതാണ്. ഇതെല്ലാത്തിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ലോകത്തിൻ്റെ എല്ലാ സമൂഹത്തിലും ലോകത്ത് ഇങ്ങനെ അവകാശമുള്ളവരാണ്, പുരുഷനെ പോലെ തന്നെയുള്ള അവകാശമുള്ളവരാണ് സ്ത്രീകൾ എന്ന ബോധ്യത്തിൽ നിന്നാണ്. അക്ഷരം പഠിക്കാനും മാറുമറയ്ക്കാനും അവകാശമില്ലാതിരുന്ന സ്ത്രീ സമൂഹം ഇതുവരെ എത്തിയത് ആരും ഔദാര്യം തന്നിട്ടല്ലെന്ന തിരിച്ചറിവ് സ്ത്രീകൾക്കുണ്ടാകണമെന്ന് MLA പറഞ്ഞു. നമ്മുടെ അറിവും കഴിവും വിദ്യാഭ്യാസവും പ്രയോജനപ്പെടുത്തിയാണ് ലിംഗസമത്വത്തിലേക്ക് സ്ത്രീ സമൂഹം എത്തിയിട്ടുള്ളത്. കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾ കൂടി വന്നതോടെ സാധാരണ സ്ത്രീകൾ വരെ സംരംഭകർ എന്ന നിലയിലേക്ക് ഉയർന്നുവെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജർ S അഭിമുത്ത് അധ്യക്ഷയായി.
കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, ഗുരുവായൂർ റീജിയണൽ അസിസ്റ്റന്റ് മാനേജർ L സൌമ്യരാജ്, യൂണിയൻ നേതാക്കളായ KV സ്മിത, GS ശ്രീനിത നായർ, കുന്നംകുളം ബ്രാഞ്ച് ഡെപ്യൂട്ടി മാനേജർ KK ശ്യാമള, റീജിയണൽ ഓഫീസ് ചീഫ് മാനേജർ V ഗീത എന്നിവർ സംസാരിച്ചു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്ത്രീകളെ മൊമെന്റോ നൽകി ആദരിച്ചു. സ്മിത കോടനാട്, ജിഷ ജിയോ, നീന ജോൺ, സോണിയ റിജി, ഗീത സലേഷ്, സിന്ധു ബാലൻ, PM ഉഷ, ഡോക്ടർ സൂസൻ, കലാമണ്ഡലം ഹുസ്ന ബാനു, ലഫ്റ്റനന്റ് കേണൽ TK രതി എന്നീ 10 പേർക്കാണ് MLA മൊമെന്റോ സമ്മാനിച്ചത്. വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ട്രേഡ് ഫെയറിൽ 20ഓളം സ്റ്റാളുകൾ സജ്ജമാക്കിയിരുന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ് കുന്നംകുളം. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണലി കോളനിയിൽ സ്ഥാപിച്ച മിനി മാസ്റ്റലേറ്റ് ഉദ്ഘാടനം ചെയ്തു. കോളനി പരിസരത്ത് നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം TP പ്രജീഷ്, വാർഡ് വികസന സമിതി അംഗങ്ങളായ TK വർഗീസ്, VK ഹരിദാസൻ, ഡേവിസ് മണലി, TS വാസു എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവകയിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ശ്രാദ്ധ ഊട്ട് തിരുനാളിന് കൊടിയേറി. എരുമപ്പെട്ടി തിരുഹൃദയ ഫ്രോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ സഹകാർമ്മികനായി ലതീഞ്ഞ നൊവേന, തൈലാഭിഷേകം, പ്രസിദ്ധന്തി വാഴ്ചയും നടന്നു. മാർച്ച് 19-നാണ് ഊട്ട് തിരുനാൾ. കൈക്കാരന്മാരായ ആളൂർ ലേവി, ചാലിശ്ശേരി സതീഷ്, ചിറയത്ത് ആൻസൺ, അന്തിക്കാട് വിൻസൺ, ജനറൽ കൺവീനർ ടോമി മുരിങ്ങാത്തേരി എന്നിവർ നേതൃത്വം നൽകി. പുന്നേർകുളം മന്നലാംകുന്ന് കിണർ ഗ്രാമസ്വരം സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സബ് ജൂനിയർ അണ്ടർ 14 ഫുട്ബോൾ ടൂർണമെന്റിൽ CH അഗലാട് ജേതാക്കളായി. ടീംസ് ഓഫ് ശാന്തി റണ്ണേഴ്സ് ട്രോഫി കരസ്ഥമാക്കി. സമിതി സെക്രട്ടറി മിഥിലാജ്, സാബിത്ത് തുടങ്ങിയവർ ട്രോഫികൾ വിതരണം ചെയ്തു. ഷഹബാസ്, അൻഷാദ്, മുഹാഫിൽ, സഹൽ, ഇജാസ്, സിദാൻ, ഷിബിലി, ഷെസാദ് എന്നിവരും മറ്റ് മെമ്പർമാരും നേതൃത്വം നൽകി. ഗുരുവായൂർ ആക്ട്സ് 17-ാം വാർഷികാഘോഷവും പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. ടൗൺ ഹാളിന് സമീപത്തുള്ള കുട്ടിക്കൃഷ്ണൻ സ്മാരക കെട്ടിടത്തിലെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷാനോജ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നഗരസഭാ വായനശാല ഹാളിൽ നടന്ന വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൌൺസിലർ KPA റഷീദിൽ നിന്ന് വാർഷിക പതിപ്പ് ഏറ്റുവാങ്ങി നഗരസഭാ ചെയർമാൻ പ്രകാശനം നിർവഹിച്ചു. ആക്ട്സ് പ്രസിഡന്റ് N മാർട്ടിൻ ലൂയിസ് അധ്യക്ഷത വഹിച്ചു. CCTV റിപ്പോർട്ടർ KV സുബൈർ, മാധ്യമപ്രവർത്തകൻ R ജയകുമാർ എന്നിവരെ ആദരിച്ചു. കലാകായിക മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്കും ആക്ട്സ് ബെനഫാക്ടർ മെമ്പർമാർക്കും ഉപഹാരങ്ങൾ നൽകി. സെക്രട്ടറി പ്രസാദ് പട്ടണത്ത്, വൈസ് പ്രസിഡന്റ് ഫൈസൽ പേരകം, മുൻ പ്രസിഡന്റ് CD ജോൺസൺ, സ്ഥാപക സെക്രട്ടറി PI സൈമൺ, ജില്ലാ കൺവീനർ EK ജോണി, KP മോഹൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് വനിതാ വിംഗ് രൂപീകരിച്ചു. രൂപീകരണ സമ്മേളനവും വനിതാ സംഗമവും ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷാനോജ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പ്രേമ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരിയും TV അവതാരികയും സാമൂഹ്യ പ്രവർത്തകയുമായ രഞ്ജിനി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂരിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വനിതകളായ വസന്തമണി ടീച്ചർ, ഡോക്ടർ ചന്ദ്രിക ശങ്കർ, കലാമണ്ഡലം രമ ടീച്ചർ എന്നിവരെ ആദരിച്ചു. ഹോട്ടൽ ഉടമകളായ വനിതകൾക്കും ഭക്ഷണ വിതരണ രംഗത്തെ വനിതാ ജീവനക്കാർക്കും കായിക രംഗത്ത് മികച്ച പ്രകടനം നടത്തിയ പെൺകുട്ടികൾക്കും ആദരവ് നൽകി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TK മിനി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം റഹ്മത്ത് ബാബു, റോഷ്നി ബിജുലാൽ, അനിത രാമകൃഷ്ണൻ, K ശശികല നാരായണൻ, ടെസി ഷൈജോ, സ്മിത ബിനോയ്, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ബിജുലാൽ, GK പ്രകാശ്, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, അമ്പാടി ഉണ്ണികൃഷ്ണൻ, OKR മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കുകയും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്ത കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് വില്ലേജ് ഓഫീസർ ML സന്ധ്യയെ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റി ആദരിച്ചു. കരിക്കാട് വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം സുലൈഖ അസീസ് ഉപഹാരം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിയ അനീസ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ഹസീന സലീം, പഞ്ചായത്ത് കൺവീനർ മൈമുന കുഞ്ഞിബാപ്പു, സുമയ്യ മൻസൂർ എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ ചമ്മന്നൂർ GM LP സ്കൂളിൽ കരാട്ടെ ക്ലാസ് ആരംഭിച്ചു. സ്കൂളിലെ 3-4 ക്ലാസ്സിലെ വിദ്യാർത്ഥിനികൾക്കായി നടത്തുന്ന ക്ലാസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു, മാതൃസമിതി പ്രസിഡന്റ് സനീറ എന്നിവർ സംസാരിച്ചു. രക്താർബുദത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മരത്തംകോട് പുതിയ മാത്തൂർ കാനിങ്ങാട്ട് രാജേന്ദ്ര പ്രസാദിന്റെ ചികിത്സയ്ക്കായി ഷെയർ
ചാരിറ്റബിൾ സൊസൈറ്റി നൽകുന്ന 1 ലക്ഷം രൂപയുടെ ധനസഹായം നഗരസഭാ കൌൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസനിൽ നിന്ന് രാജേന്ദ്ര പ്രസാദ് ചികിത്സാ സഹായ സമിതി പ്രസിഡന്റ് ടി നാരായണൻകുട്ടി, സെക്രട്ടറി ഹരി കോനോത്ത് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരനായ രാജേന്ദ്ര പ്രസാദിന്റെ ചികിത്സയ്ക്കായി ഇതുവരെ 12 ലക്ഷം രൂപയോളം ചിലവ് വന്നിട്ടുണ്ട്. അടിയന്തരമായി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനായി 40 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിപുലമായ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഷമീർ ഇഞ്ചിക്കാലിൽ, ജിനാഷ് തെക്കേക്കര, എം കെ ജിഷാർ, പി സതീഷ് കുമാർ, ജിനീഷ് നായർ, ആർ അഭിലാഷ്, സജിത് കുണ്ടുള്ളി, പി എം നാരായണൻ, കെ എൻ അജിത്, കെ ഉദയൻ എന്നിവർ സംബന്ധിച്ചു. പുന്നേർകുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ തിളക്കം 2024 പഠനോത്സവം സംഘടിപ്പിച്ചു. പുന്നൂക്കാവ് ശാന്തി നഴ്സിംഗ് ഹോമിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടത്തിയ പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വി താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക എം കെ സുധ, പ്രോഗ്രാം കൺവീനർ ഫൌസിയ ടീച്ചർ, SMC ചെയർമാൻ ജയപ്രകാശ്, ദിനേശ് പനന്തറ എന്നിവർ സംസാരിച്ചു. കൈറ്റ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഈ മാഗസിൻ, കുട്ടികൾ തയ്യാറാക്കിയ ഗണിത പുസ്തകം എന്നിവയുടെ പ്രകാശനം BRC കോർഡിനേറ്റർ സനൂപ് നിർവഹിച്ചു. തുടർന്ന് കുട്ടികളുടെ പഠന മികവുകളുടെ പ്രദർശനവും അവതരണവും ഉണ്ടായിരുന്നു. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നിഷാർ, ഷാജി, സനീഷ് കുമാർ, രമ്യ, സെലീന, അധ്യാപകരായ നാസർ ഹുസൈൻ, നജീബ്, സീമ, അമ്പിളി തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായ പതാക പ്രയാണത്തിന് ചാലിശ്ശേരിയിൽ സ്വീകരണം നൽകി. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ സിംഹാസന പ്രതിനിധി പരിശുദ്ധനായ മോർ ഒസ്താനിയോസ് സ്ലീബ ബാവയുടെ 94ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ മഞ്ഞിനിക്കരയിൽ നിന്ന് വികാരി ഫാദർ ബാബു ജോസഫ്, ജാഥ ക്യാപ്റ്റൻ BV തങ്കച്ചൻ, പെരുന്നാൾ കൺവീനർ ജെറിൻ വർഗീസ്, പബ്ലിസിറ്റി കൺവീനർ എൽദോ ബെൻസൺ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ പതാക പ്രയാണത്തിന് ചാലിശ്ശേരിയിൽ ഇടവക വികാരി ഫാദർ ഡിൽജോ ഏരിയാസ് കൂരൻ മെഴുകുതിരി കത്തിച്ച് സ്വീകരിച്ചു. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ ഹാരാർപ്പണവും നടത്തി. തുടർന്ന് കമ്മിറ്റി അംഗങ്ങളും ഇടവക വിശ്വാസികളും ചേർന്ന് സുറിയാനി ചാപ്പലിലേക്ക് സ്വീകരിച്ചു. ധൂപപ്രാർത്ഥനയും നടത്തി. സ്വീകരണ യോഗത്തിൽ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, വൈദികരായ ഫാദർ ബാബു ജോസഫ്, ഫാദർ സിജി മാത്യു, ഫാദർ ജെയ്സൺ വർഗീസ്, ഫാദർ ബിബിൻ ചാക്കോ എന്നിവർ സംസാരിച്ചു. സ്വീകരണ പരിപാടികൾക്ക് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ്, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പാത്രിയർക്ക പതാക പ്രയാണത്തിന് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. ബാവയുടെ ഛായാചിത്രം വഹിച്ചുള്ള രഥത്തിൽ വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി ഹാരം അണിയിച്ചു. ജാഥ ക്യാപ്റ്റൻ ഫാദർ ബാബു ജോസഫ്, ഫാദർ ജിബിൻ ചാക്കോ, ഫാദർ സിജി മാത്യു, തങ്കച്ചൻ BV, ജെറിൻ വർഗീസ് എന്നിവരടങ്ങിയ സംഘത്തെ പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് പള്ളിയിൽ ധൂപപ്രാർത്ഥന നടത്തി. സ്വീകരണത്തിന് കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി രാജീവ് P ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വേലൂർ ചെറുകുന്ന് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വേലൂർ ഡിവിഷനിലേക്ക് 10 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. പഞ്ചായത്തിലെ 11ാം വാർഡിലെ 80ഓളം കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. കുഴൽക്കിണർ, പമ്പ് ഹൌസ്, വാട്ടർ ടാങ്ക് ഉൾപ്പെടെയുള്ള നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷേർലി ദിലീപ് കുമാർ, മെമ്പർ ബിന്ദു ശർമ്മ, 11ാം വാർഡ് മെമ്പർ ശുഭ അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ എന്നിവർ സംസാരിച്ചു. വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി. സ്വാതന്ത്ര്യമെന്നത് എന്റെ ജന്മാവകാശം കൂടിയാണ്. ഉടലിനെ നനച്ച് വിജനമായ സാഗര തീരങ്ങളിൽ ഏകാകിയായി നടക്കാൻ ഞാനും ആശിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള പീഡനങ്ങളും അവർ നേരിടേണ്ടി വരുന്ന അസമത്വവും സാമൂഹിക പ്രശ്നങ്ങളും സ്ത്രീധന വിരുദ്ധ പ്രമേയവും കോർത്തിണക്കിയ സ്ത്രീപക്ഷ കവിതകളിലാണ് നൃത്തം ഒരുക്കിയത്. എരുമപ്പെട്ടി ഉമാമഹേശ്വര നൃത്ത വിദ്യാലയം അധ്യാപിക
മഞ്ജുഷ പഴവൂരാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. എരുമപ്പെട്ടി, നെല്ലുവായ്, കടങ്ങോട് മില്ല്, വെള്ളർക്കാട്, പാഴിയോട്ടുമുറി, മനപ്പടി, പന്നിത്തടം എന്നീ സെന്ററുകളിലാണ് നൃത്താവിഷ്കാരം അവതരിപ്പിച്ചത്. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, സെക്രട്ടറി ജയൻ, കൺവീനർ KR രാധിക, ചെയർപേഴ്സൺ EK മിനി, KA ഫരീദ് അലി എന്നിവർ ഉൾപ്പെടുന്ന ഇടം ഭാരവാഹികളും അംഗങ്ങളും നേതൃത്വം നൽകി. ജ്യോതി സുധാകർ, എഴുത്തുകാരി സ്മിത കോടനാട്ട്, ഫസീല സക്കീർ, KM സൗമ്യ, പ്രഭിത കിഷോർ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. തൃശൂർ സിറ്റി കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് നടത്തി. അസോസിയേഷന്റെ കീഴിലെ ആരോഗ്യ അക്ഷയനിധി പദ്ധതിയുടെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസിന്റെ സഹകരണത്തോടുകൂടി നീതി ലാബ് തൃശൂരുമായി ചേർന്നാണ് ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പയിൻ നടത്തിയത്. വടക്കേക്കാട് സ്റ്റേഷനിൽ നടന്ന ക്യാമ്പയിൻ SHO ബിനു R ഉദ്ഘാടനം ചെയ്തു. ബ്ലഡ്, ഷുഗർ, കൊളസ്ട്രോൾ, കിഡ്നി ചെക്കപ്പ്, ലിവർ ചെക്കപ്പ് തുടങ്ങി 9ഓളം പരിശോധനകളാണ് നടത്തിയത്. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് ചന്ദ്രൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബിനു ഡേവിഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്റ്റേഷനിലെ മുഴുവൻ പേരും ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പയിനിൽ പങ്കാളികളായി. കടവല്ലൂർ വടക്കുമുറി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ 10ാമത്തെ വീടിന്റെ താക്കോൽദാനം നടത്തി. മാനം കണ്ടത്ത് പരേതനായ മൊയ്തീന്റെ മക്കളായ ആമിന, ബീവാത്തു എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. മഹല്ല് ഖത്തീബ KK സുലൈമാൻ ദാരിമി വീടിന്റെ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചു. മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കമ്മിറ്റി ഭാരവാഹികൾ, മഹല്ല് പോഷക സംഘടനാ ഭാരവാഹികൾ, മഹല്ല് നിവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചൂട് കനക്കുകയും ജലാശയങ്ങൾ വറ്റി വരളുകയും ചെയ്തതോടെ കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന പക്ഷികൾക്ക് വേണ്ടി പഴഞ്ഞി അരുവായി VKM കളരിയിൽ പറവകൾക്കായി കുടിവെള്ളമൊരുക്കി. കളരി ഗുരുക്കൾ MB വിനോദ് കുമാർ ഗുരുക്കളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നാണ് മരങ്ങളിൽ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചത്. വിദ്യാർത്ഥികളായ അഖിലേശ്വർ ബിജു, വേദ്നാഥ് കൂനത്ത്, ശ്രീകാന്ത്, ശ്രീഹരി, ആദികൃഷ്ണ, യാഷ് കൃപാൽ, അനന്തു, അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ വടക്കുമുറി മഹല്ല് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗം മഹല്ല് പ്രസിഡന്റ് M മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന യോഗത്തിൽ മഹല്ല് ഖത്തീബ് KK സുലൈമാൻ ദാരിമി അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി M ഹംസക്കുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഹല്ല് സെക്രട്ടറി AK സെയ്ദാലി, ട്രഷറർ സെയ്ദലവി, മറ്റ് മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ, മഹല്ല് നിവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മോഡേൺ ബഷീർ സ്വാഗതവും AA സൈനുദ്ദീൻ നന്ദിയും പറഞ്ഞു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി സെന്റ് മേരീസ് സിറിയൻ ദേവാലയത്തിൽ 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന സുവിശേഷ മഹായോഗം സമാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ഗാനശുശ്രൂഷയോടെ ആരംഭിച്ച സുവിശേഷ യോഗം സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഏലിയാസ് കുരുപ്പമ്പടി, ഫാദർ ഗീവർ ചെമ്മണ്ണൂർ, ഫാദർ തോമസ് ചീരൻ, ഫാദർ മൈക്കിൾ ഗീവർഗീസ് എന്നിവർ വചന പ്രഘോഷണം നടത്തി. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ ധ്യാനയോഗത്തിന് നേതൃത്വം നൽകി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, വൈകിട്ട് സന്ധ്യാ നമസ്കാരം എന്നിവയ്ക്ക് ശേഷം നടന്ന യോഗത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, കൈക്കാരൻ PK സക്കറിയ, പള്ളി ട്രസ്റ്റി സത്യൻ ചീരൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. വിപണി. പെരുമ്പിലാവിൽ കുട്ടികളുടെ വസ്ത്രങ്ങളുടെയും കളിപ്പാട്ടങ്ങളുടെയും ശേഖരവുമായി സുനോറോ കിഡ്സ് വെയർ ആൻഡ് ടോയ്സ് പ്രവർത്തനം ആരംഭിച്ചു. പെരുമ്പിലാവ് കോഴിക്കോട് റോഡിൽ PP കോംപ്ലക്സിലാണ് കിഡ്സ് വെയറിന്റെയും ടോയ്സിന്റെയും പുതിയ കളക്ഷനുമായി സുനോറോ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ആദ്യ വിൽപ്പന പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് അറഫ മൊയ്തുണ്ണി ഹാജി ഏറ്റുവാങ്ങി. സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സ്മാരായ മുഹമ്മദ് റഫീഖ് ഹാജി, ഇബ്രാഹിം കുട്ടി, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂ ബോൺ ആക്സസറീസ്, ബേബി ഫാഷൻ ക്ലോത്ത്സ്, കോസ്മെറ്റിക്സ്, ടോയ്സ്, ബേബി ഫാൻസി, ഗിഫ്റ്റ്, ബേബി ഫുഡ്വെയർ, ബേബി ബുക്സ് ആൻഡ് CDs, ബേബി സ്റ്റേഷനറി എന്നിവയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പിച്ച വിലക്കുറവും 500 രൂപയുടെ പർച്ചേസിന് ഫ്രീ ഗിഫ്റ്റും നൽകിയിരുന്നു. സുനോറ കിഡ്സ് വെയർ ആൻഡ് ടോയ്സ്,
PP Complex, Calicut Road, Pirimbilava. Phone 9048556686. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്തംകോട് MPM UP സ്കൂളിൽ പറവകൾക്ക് സ്നേഹ തണ്ണീർക്കുടം പദ്ധതി തുടങ്ങി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ബെന്നി അൽഫോൺസ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പദ്ധതിയുടെ ബ്രോഷർ സ്കൂൾ പ്രധാനാധ്യാപിക CP ലൈലക ടീച്ചർക്ക് പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് കൈമാറി. മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ ട്രഷറർ ശങ്കരനാരായണൻ, കടങ്ങോട് പഞ്ചായത്ത് പ്രകൃതി സംരക്ഷണ സംഘം പ്രസിഡന്റ് റാഫിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഫാദർ KV ഷാജി, K സ്നേഹ വിൽസൺ, റിൻസി എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ചക്കക്കൂട്ടം കൂട്ടായ്മയ്ക്ക് പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആദരവ്. ഭക്ഷ്യോൽപ്പന്ന നിർമ്മാണ രംഗത്ത് ചാലിശ്ശേരി ചക്കക്കൂട്ടം വനിതാ സംരംഭക കൂട്ടായ്മ 50-ൽ പരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച വിപണിയിൽ എത്തിച്ചതിനാലാണ് വനിതാ ദിനത്തിൽ പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രം നടത്തിയ ചടങ്ങിൽ ആദരം ലഭിച്ചത്. വിജ്ഞാന കേന്ദ്രം മേധാവി പ്രൊഫസർ ഡോക്ടർ സുബയ്യ, അസോസിയേറ്റീവ് ഡയറക്ടർ P രാജി എന്നിവരിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങിയ ചാലിശ്ശേരി ചക്കക്കൂട്ടം വനിതാ സംരംഭക ഗ്രൂപ്പ് സെക്രട്ടറി K സുജാത ആദരവിന് നന്ദി പറഞ്ഞു. പാറേമ്പാടം ആറ്റുപുറം റോഡിന്റെ പഴഞ്ഞി മുതൽ പെഞ്ഞാമുക്ക് വരെയുള്ള ഭാഗങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊള്ളനൂർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ, വിൽസൺ ചെറുവത്തൂർ, രാജൻ പഴുന്നാൻ, മാധവൻ പെരുന്തിരുത്തി, കുഞ്ഞൻ പെരുന്തിരുത്തി, ബെൻസൺ ബാബു എന്നിവർ സംസാരിച്ചു. ആലത്തൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പ്രവർത്തനം ശക്തമാക്കുന്നതിന് യോഗം തീരുമാനിച്ചു. മറ്റം സ്വദേശി ഷാർജയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. പൊന്നരാശ്ശേരി പരേതനായ പ്രഭാകരന്റെ മകൻ പ്രദീപ് കുമാറാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. ഗൗരി മാതാവാണ്, ചന്ദ്രിക ഭാര്യയാണ്, ദീപയാണ് മകൾ. സംസ്കാരം പിന്നീട് നടക്കും. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6045 രൂപ, പവന് 48,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം. വേലൂർ വെങ്കിലശ്ശേരി മായംപുള്ളി സന്തോഷ് കുമാർ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഉഷയാണ് ഭാര്യ. അശ്വിനി, നിരഞ്ജന, വൈഷ്ണവ് എന്നിവർ മക്കളാണ്. ഗുരുവായൂർ പിരിമ്പിലാവൽ റോഡിൽ പാലിശ്ശേരി വീട്ടിൽ പരേതനായ രാധാകൃഷ്ണൻ നായരുടെ ഭാര്യ രാധ നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. ഇന്ദു ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ SI കൃഷ്ണകുമാർ, ലക്ഷ്മി ദേവി എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഒറ്റപ്പാലത്ത് കേബിൾ TV ഓപ്പറേറ്ററെ വീട് കയറി ആക്രമിച്ചതിലും ഏകപക്ഷീയമായ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് COA തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം സംസ്ഥാന വ്യാപക പ്രതിഷേധം ആരംഭിക്കുമെന്നും COA നേതൃത്വം. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന മോഷണം, ലക്ഷങ്ങൾ കവർന്നു. പടിഞ്ഞാറേ നടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്റർ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് സ്ഥാപനത്തിലാണ് മോഷണം. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നാളെ റംസാൻ വ്രതാരംഭം. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറവി കണ്ടു. ദിവസം മുഴുവൻ ഭക്ഷണപാനീയങ്ങളില്ലാതെ ദൈവമാർഗത്തിൽ സഞ്ചരിച്ച വിശ്വാസികൾ റമദാനിനെ പുണ്യകാലമാക്കും. ചുണ്ടൽ പാലത്തിന് സമീപം വീണ്ടും അപകടം. വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. 2 കാറുകളും ലോറി, ബസ് എന്നിവയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. പെരുമ്പിലാവിൽ മദ്യലഹരിയിൽ ഓടിച്ച വാഹനം നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാരെ അസഭ്യം വിളിച്ചതിനെ തുടർന്ന് സംഘർഷം. കാറിൽ ഉണ്ടായിരുന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചങ്ങരംകുളത്തുണ്ടായ വാഹനാപകടത്തിൽ അജ്ഞാത ബുള്ളറ്റിടിച്ച് 11 വയസ്സുകാരന് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.